കോട്ടയം ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. വീടുകളിൽ വെള്ളം കയറിയതോടെ നിരവധി പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടിയായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ജനങ്ങൾ. കൂടുതൽ വിവരങ്ങൾ ടോമി മാങ്കൂട്ടമാണ് നൽകുന്നത്. ടോമി മാങ്കൂട്ടം, എങ്ങനെയാണ് ജില്ലയിലെ വിവരങ്ങൾ? ജീന, കിഴക്കൻ വെള്ളത്തിന്റെ വരവും ശമനമില്ലാത്ത മഴയും കാരണം ദുരിതം പേറി അപ്പർ കുട്ടനാടിലെ ജനത. പ്രധാന റോഡുകൾ വരെ മുങ്ങിയതോടെ ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ്. വീടുകളിൽ വെള്ളം കയറിയ കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് ബന്ധുവീടുകളിലേക്ക് പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയുണ്ട്. കിഴക്കൻ പ്രദേശത്ത് വെള്ളം ഇറങ്ങിയാൽ അത് മുഴുവൻ വന്നു പതിക്കുന്നത് കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലാണ്. കുട്ടനാട്ടിൽ മഴയില്ലെങ്കിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. ഇതിന് ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് തിരുവാർപ്പ് പഞ്ചായത്തിലെ ജനങ്ങളാണ്. ഈ പഞ്ചായത്തിലെ മഹാഭൂരിപക്ഷം വീടുകളിലും ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്. കൂടാതെ അയ്മനം, കുമരകം, ആർപ്പൂക്കര, അതിരമ്പുഴയുടെയും നീണ്ടൂരിന്റെയും ഒരു ഭാഗമെല്ലാം ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ജില്ലയിൽ 141 ക്യാമ്പുകളിലായി 6000-ലധികം പേരാണ് കഴിയുന്നത്. ജില്ലയിലെ 240 ഹെക്ടറിലെ കൃഷി നശിച്ചു. 4 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ ഈരാറ്റുപേട്ട, പാലാ നഗരങ്ങളിലെ വ്യാപാരികൾക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. കിഴക്ക് മഴ ശക്തി പ്രാപിച്ചാൽ കുട്ടനാട്ടിൽ വീണ്ടും ജലനിരപ്പ് ഉയരാനാണ് സാധ്യത. ജീന. ശരി, കോട്ടയം ജില്ലയിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. ടോമി മാങ്കൂട്ടമാണ് വിവരങ്ങൾ നൽകിയത്.